السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. وقدامتك جميع الأنبياء بها والرسل تقديما مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹ്, ഖസീദത്തുൽ ബുർദയുടെ 108ാമത്തെ ക്ലാസ്സാണ് ഇത്. 109ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 2 വരികളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിറാജ് മൊത്തത്തിൽ ഒരു വിശദീകരണം മഹാനവറുകൾ ഇമാം ബൂസൂരി തങ്ങൾ സൂചന നൽകി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാണത്തെക്കുറിച്ചും അവിടുന്ന് അങ്ങോട്ട് 7 ആകാശത്തിന് അപ്പുറം ഖാബ ഖൗസൈൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ സ്ഥലം വരെ, അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആകാശാരോഹണം, അതിനെ സംബന്ധിച്ചും ഇമാം ബൂസൂരി തങ്ങൾ നമുക്ക് സൂചന നൽകി പഠിപ്പിച്ചു തന്നു. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു, ഇന്ന് വരെ ആരും ആവശ്യപ്പെടാത്തതും ഒരാൾക്കും ലഭിക്കാത്തതുമായ ഒരു സ്ഥാനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അതിനുശേഷം വന്ന ഔലിയാക്കളും അങ്ങനെ അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഒരാൾക്ക് പോലും ലഭിക്കാത്ത വിധം അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് ഖാബ ഖൗസൈൻ. ഖാബ ഖൗസൈനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയത്. അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ട് മുനാജാത്ത് നടത്തി. ഇവിടെ ഇസ്റാ മിറാജിന്റെ സമയത്ത് മറ്റ് പ്രവാചകന്മാരെയെല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാമാക്കി നിർത്തി. അവരെ കൊണ്ടൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അംഗീകരിപ്പിക്കുകയും ചെയ്തു എന്ന ദൗത്യം, ആ മഹാദൗത്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അമ്പിയാക്കളുടെ കൂടെ നേതാവാണ് എന്ന് ലോക സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം ആണ് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന സംഭവം. ഇത് ഹദീസുകളിൽ, സഹിയായ ഹദീസുകളിൽ വിശദമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇമാം ബൂസൂരി തങ്ങൾ ഈ വരിയിൽ നമ്മളോട് സൂചന നൽകുന്നത്. വഖദ്ദമതുക, നബിയെ അങ്ങയെ മുന്തിച്ചു, അങ്ങയെ മുന്നോട്ട് നിർത്തി, അല്ലെങ്കിൽ നബിയെ അങ്ങയെ മുൻനിരയിൽ നിർത്തി. ജമീഉൽ അംബിയായി, മുഴുവൻ അംബിയാക്കന്മാരും ബിഹ, ആ സ്ഥാനം കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും, അതായത് അംബിയാക്കൾക്ക് ആർക്കും ലഭിക്കാത്ത ഒരു സ്ഥാനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കാൻ ഇരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട്, ഈ അമ്പിയാക്കൾക്ക് മുഴുവനും ബോധ്യമുള്ളത് കൊണ്ട്, ആ ഒരു സ്ഥാനക്കാരനെ അല്ലാഹു തആല നൽകിയ നിഅമത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം അവർ അംഗീകരിച്ചു കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിരയിൽ ആക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ ഉപ്പാപ്പമാരാകുന്ന പ്രവാചകന്മാര് അടക്കം അവരുടെ ഒക്കെ മകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിരയിലേക്ക് നിർത്തി എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഖദ്ദമതുക ജമീ ഉൽ അംബിയാഇ ബിഹാ വറുസുലു തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖാദമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കഴിവുകൾ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം കാരണം മുഴുവൻ പ്രവാചകന്മാരും നബിയെ അങ്ങയെ മുന്തിച്ചു, അങ്ങയെ മുന്തിച്ചു. വറുസുലു, മുഴുവൻ റസൂലുകളും, മുഴുവൻ അതായത് മുസ്ലിങ്ങൾ, നബി റസൂൽ, ഇങ്ങനെ രണ്ടും, ഇത് മലയാളത്തിൽ പ്രവാചകന്മാരെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെയാണ് പറയണത്. നബി എന്ന് പറഞ്ഞാൽ നബിയും റസൂലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നബി എന്ന് പറഞ്ഞാൽ ഇൻസാനുൻ ഊഹിയ ഇലയ്യ ബിശറഇൻ, ഇസ്ലാമിക ശരീഅത്ത് കൊണ്ട് അള്ളാഹുവിന്റെ നിയമം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിട്ടുള്ള മനുഷ്യർക്കാണ് നബി എന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ റസൂല് അങ്ങനെയല്ല. റസൂല് ആവണമെങ്കിൽ വഹി മാത്രം ലഭിച്ചാൽ പോരാ. ഉമിറ ബിതബ്ലിഗിഹി, അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് റസൂൽ ആകുന്നത്. അപ്പോൾ പ്രബോധനത്തിനുള്ള അധികാരം തനിക്ക് ലഭിക്കുന്ന ഈ വഹി പൊതുസമൂഹത്തിന് ഇടയിൽ ഇറങ്ങി പ്രബോധനം ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചവരാണ് റസൂൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ റസൂലും നബിയായിരിക്കും, എല്ലാ റസൂലും നബിയായിരിക്കും, എല്ലാ നബിയും റസൂലായിരിക്കില്ല. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് 1,24,000 നബിമാര്, അംബിയ മുർസൽ നബിമാര് വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ 1,24,000 നബിമാരും അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സംഗമിക്കുന്ന ആ ഒരു വലിയ ശൃംഖല ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ മുർസലീങ്ങൾ വളരെ കുറവാണ്. ബാക്കി മുഴുവനും അമ്പിയാക്കളായിരുന്നു. അപ്പോൾ മുഴുവൻ അമ്പിയാക്കളും മുഴുവൻ മുർസലുകളും ആ ഒരു സ്ഥാനം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി എന്താക്കി? അവർ മുന്തിച്ചു. എങ്ങനെയാണ് അവർ മുന്തിച്ചത്? തഖ്ദീമു മഖ്ദൂമിൻ, ഒരു സേവിക്കപ്പെടുന്ന വ്യക്തി സേവിക്കുന്ന സേവകരെക്കാൾ മുന്തിക്കും പോലെ മറ്റു മുഴുവൻ പ്രവാചകന്മാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്തിച്ചു. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിരയിലാക്കി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാമത്താക്കി മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അവിടെ വെച്ച് നിസ്കരിച്ചു. അപ്പോൾ ഏതൊരു വിഷയത്തിലും 1,24,000 അമ്പിയ മുർസലുകൾ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവനും അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി മുത്തുനബിയെ അവരെ കൊണ്ടും അംഗീകരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ബൈത്തിന്റെ ടോട്ടൽ അർത്ഥം എന്തായി? വഖദ്ദമതുക ജമീ ഉൽ അംബിയാഇ ബിഹാ വറുസുലു തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖാദമി. മുഴുവൻ അമ്പിയ മുർസലുകളും നബിയെ പരിചരിക്കപ്പെടുന്ന തങ്ങളുടെ നേതാവിനെ മുന്തിക്കും പോലെ എല്ലാ അമ്പിയ മുർസലുകളും അങ്ങയെ മുന്തിച്ചിരിക്കുന്നു, അങ്ങയെ നേതാവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും നേതാവാണ്. അല്ലാഹു ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കട്ടെ. ബുർദയുടെ ഖിദ്മത്ത് ഒരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അവസാനം മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ ബുർദയുടെ ഖിദ്മത്ത്
ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവരുടെ ഖിദ്മത്തും ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് നിന്റെ ഹബീബിനെ സ്വപ്നത്തിലൂടെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇലാ ഹദറത്തി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ